ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതിക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അനുമോള് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. രേണുസുതി വിചാരിച്ചു ഇത് ആദ്യം എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്നോളും. അനുമോളെ തൊട്ട് കഴിഞ്ഞാൽ അനുമോള് മിണ്ടാതിരിക്കില്ല. കാരണം അനുമോള് ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമായി നിലനിൽക്കുന്നതാണ്. അതൊരാളുടെ കാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഔദാര്യം പറ്റിക്കൊണ്ടോ ഒന്നുമല്ല അനുമോള് നിലനിൽക്കുന്നത്. അനുമോള് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും അധ്വാനിച്ച് ജീവിച്ച് കൊണ്ട് തന്നെയാണ് സ്വന്തമായി വീട് വെക്കലും സ്വന്തമായി കാറ് മേടിക്കലും എല്ലാ കാര്യങ്ങളും പ്രൗഢിയോട് കൂടി ആരുടെയും ഔദാര്യം പറ്റാതെ നിന്ന ഒരാളാണ്. ആളുമായി കമ്പാരിസൺ നടത്തിക്കഴിഞ്ഞാൽ അനുമോള് വെറുതെ ഇരിക്കുവോ? ഒരിക്കലുമില്ല. അപ്പോൾ അനുമോള് ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിരുന്നു, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രേണു ചേച്ചിയെ സഹായിക്കണം, ശരിക്കും പാവം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അനുമോള്. ശരിക്കും സഹായിക്കുക എങ്ങനെയാണ്? പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മൂപ്പരാളെ വായന തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അനുമോളെക്കാളും ഭയങ്കര ബിസിയാണ് ഞാൻ, ഇവരൊക്കെ എല്ലാവരും ഇപ്പൊ ബിന്നിയുടെ ഇതിനു വേണ്ടി അനുമോള് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അനുമോളായിട്ട് നിങ്ങൾ വഴക്കിലാണോ എന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ട് എന്താണ് പറഞ്ഞത് ശരിക്കും രേണുസുതി? ബിന്നിയുടെ എന്തോ ഒരു ഷോപ്പ് തുടങ്ങുന്നതിന്, ഓൺലൈൻ ഷോപ്പ് തുടങ്ങുന്നതിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വർക്കാണ്, ബാക്കി എല്ലാവരും എത്തുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും അനുമോൾ എന്ത് തോന്നുന്നു അല്ലേ, ഉണ്ടോ ഉണ്ടോ എന്ന് അനുമോളെ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. അനുമോളും ബിന്നിയും തമ്മിൽ വഴക്കിലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അനുമോള് ബിന്നിയുമായി വീണ്ടും കോർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അനുമോളെ പറയുന്ന രേണുസുതി പറയുന്ന വീഡിയോ. അതിനെതിരെ അനുമോള് തിരിച്ചു വന്ന് മറുപടി പറയുന്നതാണ് ഇതിലുള്ളത്. നല്ല ഗംഭീര മറുപടി തന്നെയാണ് പറയുന്നത് കേട്ടോ അനുമോള്. അനുമോൾക്ക് ആരും ഇങ്ങനെ ചാനിച്ച് നിൽക്കേണ്ട ആവശ്യം അനുമോൾക്കില്ല. അതുകൊണ്ട് തന്നെ അനുമോള് പറയുന്നത് ചോദിച്ച ചോദ്യത്തിന് അല്ല ശരിക്കും ഈ രേണു മറുപടി പറയുന്നത്. ശരിയാണ്, ചക്കാന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്നാണ് മറുപടി പറയുന്നത്. എന്താണ് അനുമോള് പറയുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. രേണുവും തമ്മിൽ എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ രേണു കൊടുക്കുന്ന മറുപടി ഉണ്ടല്ല, ബിന്നിയും അനുവും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ചാണ്. അതായത് അനു ബിന്നിയുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ കണ്ടായിരുന്നോ വീഡിയോ? പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ നമ്മൾ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന് ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാന്. ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, എന്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്, ഇവർക്ക് എന്താണ് പ്രശ്നം? ശരിക്കും രേണുസുതിക്ക് എന്താണ് പ്രശ്നം? അത് ആർക്കും മനസ്സിലാവുന്നില്ല. രേണുസുതി ആൾ ഉയരാൻ വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തി കെട്ടണം, അതാണ്. ഇപ്പൊ അനു അത്യാവശ്യം ഫെയിമുള്ള ഒരാളാണ്, അത് രേണുസുതിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതൊന്നുമല്ല. പണ്ട് മുതലേ 10-14 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പൊ അത്രയും ഫെയിമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയെ ഒന്ന് ഒന്ന് കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ചൊറിഞ്ഞു വിട്ടാ, ബിന്നിയുമായി ചൊറിഞ്ഞു വിട്ടാ രേണുസുതിക്ക് എന്തായി? കുറച്ച് നാളൊന്ന് ആനന്ദിക്കാം എന്നുള്ള ലെവലിൽ രേണുസുതി ഇട്ടുകൊടുത്ത സംഭവം തന്നെയാണത്. ശരിക്കും നല്ലൊരു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുബുദ്ധിയിൽ നല്ല പേര് കേട്ട വ്യക്തിയാണ് രേണുസുതി. അപ്പൊ അനു ചോദിക്കുന്നത് എന്തിനാണ്, എന്റെ പേര് എന്തിനാണ് വിളിച്ചടയ്ക്കുന്നതില് അനുമോൾ എന്ന് പറഞ്ഞിട്ട്? അനുമോളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ എന്താണ് പ്രശ്നം അത് പറയാം. എന്നല്ലാതെ
അനുവായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ഉടനെ അങ്ങനെയാണ് ആൻസർ തുടങ്ങുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അനുമോളും ബിന്നിയും തമ്മിൽ ഇപ്പോൾ സ്വരച്ചേർച്ചയിലാണ്. അവര് ബാക്കിയുള്ളവരായിട്ട് കോൺടാക്റ്റ് ഇല്ല. അനുമോൾ ഒരാളായിട്ട് കോൺടാക്റ്റ് ഇല്ല. ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കുന്ന കാരണം എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും റീയൂണിയൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല. അതുകൊണ്ടൊക്കെ അവരൊപ്പം ചേരാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണോ അതിന്റെ ആൻസർ? മനസ്സിലാവുന്നില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് റിപ്ലൈ കൊടുക്കാതെ തോന്നിയ റിപ്ലൈ ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് ഗെയിമിൽ നിന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല രേണുസുതി. അന്ന് രേണുസുതിയുടെ തലയിൽ മുഴുവൻ പാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ഒരാൾ ആരായിരുന്നു ചോദിച്ചപ്പോൾ രേണുസുതിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ നിറച്ച് പാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു അനുമോള്. ആ ഒരൊറ്റ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും രേണുസുതി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അനുമോളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. ആരെന്ത് ചോദിച്ചാലും ഞാനൊരു കോണ്ടാക്റ്റും ഇല്ല, ഞാൻ വിളിക്കാറില്ല. അത് വളരെ ദേഷ്യത്തിലാണ് പറയുന്നത്. ഇനി അനുമോളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രേണുസുതി എന്താ പറഞ്ഞത്? എനിക്ക് പല ആൻസറും പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടാവും. അത് അനുമോൾ ആരാ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് രേണുസുതി പറയുന്നത്. ഞാൻ പലതും പറയും. ചിലപ്പോൾ ഞാൻ വളഞ്ഞു മൂക്ക് പിടിക്കും, ചിലപ്പോൾ തിരിഞ്ഞു മൂക്ക് പിടിക്കും. അതിനെന്താ അനുമോൾക്ക് എന്താ? അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതിയില്ലേ? എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് രേണുസുതിയുടെ റിപ്ലൈ. അത് വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. പോയോ ഇന്ന പരിപാടിക്ക് പോയോ? അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് അനുമോൾ ഒരു നെഗറ്റീവായിട്ട് അനുമോൾ പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോള് പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലേ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചല്ലോ. അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോള് തിരക്കായതുകൊണ്ടാണ് അനുമോള് വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോള് വീട്ടിലിരിക്കാന്ന് രേണുസുതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അതിൻ്റെ അകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് വളച്ചു പിടിച്ചാണ് അവർ എങ്ങനെ സംസാരിക്കണം? വളച്ചൊടി ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ? റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എന്റെ പൊന്ന അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനോട്ട് പറയത്തില്ല. എന്താണ് രേണുസുതി പറയുന്നത്? റീച്ചിന് വേണ്ടി വളച്ചൊടിച്ചതാണ് പോലും. രേണുസുതിക്ക് അനുമോളാണ് മറുപടി തന്നിരിക്കുന്നത്, വേറൊരാൾക്കാരല്ല വളച്ചൊടിച്ചിരിക്കുന്നത്. അനുമോളാണ് കൃത്യമായിട്ട് രേണുസുതി കേട്ട ആ വീഡിയോ കണ്ടുകൊണ്ട് അനുമോളുടെ വോയിസിലാണ് ഈ മറുപടി തന്നിരിക്കുന്നത്. പിന്നെ ആരാണ് വളച്ചൊടിച്ചത്? പിന്നെ അനുമോൾ എന്ത് സംസാരിച്ചാലും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞു. മറ്റുള്ളവരെ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടല്ല ഇഷ്ടത്തിന് സംസാരിക്കേണ്ടത്. അത് കേട്ടല്ലോ. അല്ലാതെ ഞാൻ എന്തായാലും ഇങ്ങനെ നാറി, മറ്റുള്ളവരൊന്നും നാറട്ടെ, അനുമോള് കുറച്ച് നാളായിട്ട് ഞാൻ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്, അനുമോളെ കൂടി ഇട്ട് കൊടുത്തേക്കാം എന്നുള്ള ലെവലിലല്ല പെരുമാറേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോകും. അനുമോൾ എന്തായാലും നിങ്ങളുടെ അത്ര താഴാൻ യാതൊരു തരത്തിലും അനുമോള് വരില്ല. ഇമാതിരിയുള്ള അഭിനയങ്ങളോ ഇത്തരത്തിലുള്ള താഴാനോ അനുമോള് വരില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോയിക്കോളൂ. നിങ്ങളുടെ കമ്പാരിസൺ ഇപ്പൊ വന്ന നിങ്ങളുടെ കമ്പാരിസൺ നേരെ അനുമോളടുത്തേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.